ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലിരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഇവിടെ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നേക്കണം. നല്ല രസമുണ്ട്, കുറേ പാറകൾ, കുറച്ച് വെള്ളം, അങ്ങനെ ഭയങ്കരമായിട്ട് ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇത് നമ്മൾ നവമിയിലാണ്, അതായത് ഒക്ടോബർ 3-ാം തീയതി. അപ്പോൾ നമ്മുടെ പൂജവെപ്പിൻ്റെ അവധിയൊക്കെ ആയിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയൊരു വീഡിയോ ആണ്. ഇതിലൊരാൾ കുഞ്ഞാവ ഉണ്ണിച്ചേച്ചിയുടെ അനിയത്തിയും അലീഷ ഉണ്ണിച്ചേച്ചിയുടെ കസിൻ അനിയത്തിയാണ്. നിങ്ങൾക്ക് കാണാം, പിങ്ക് ഡ്രസ്സ് ഇട്ടേക്കുന്ന ഒരു ഫ്രോക്ക് പോലത്തെ ഇട്ടേക്കുന്നതാണ് കുഞ്ഞാവ. ഇത് ഈ പിങ്ക് അവൾ തന്നെ. അവൾക്കൊരു ചാനലുണ്ട്. ഉണ്ണിച്ചേച്ചിക്കും ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവരപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ 1-2 ക്ലിപ്സൊക്കെ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇവർ 3 പേരും നേഴ്സുമാരുടെ ഗൈസ്. അലീഷ ഇപ്പം ലാസ്റ്റ് ഇയർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞാവ സെക്കൻഡ് ഇയർ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ണിച്ചേച്ചി രജിസ്റ്റേർഡ് നേഴ്സാണ്. ആൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നമ്മൾ ആ ഒരു കോളേജിൽ പോയി പിക്ക് ചെയ്തുകൊണ്ടുവന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് കുഞ്ഞാവ പഠിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ വ്യൂസൊക്കെ കണ്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറില്ല, നമ്മൾ പോയ വഴി കൂടെ തന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഈ ഒരു ജസ്റ്റ് ഒരു കെട്ടിടം കണ്ടത് അമ്പലത്തിൻ്റെ മിക്കവാറും പൂജാരി താമസിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നോക്കുക, നല്ല ഭംഗിയുണ്ട്. ഓൾറെഡി ഞങ്ങൾ ഇടുക്കിക്കാരൊക്കെ ഇത് എപ്പോഴും കാണുന്നതാണ്. കാരണം നമ്മൾ കുന്നും മലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടുത്തെ പ്ലേസൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നിരന്ന സ്ഥലമല്ല. ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ മലയും ഒക്കെ ആയിട്ടാണ്. ഇപ്പം ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണെങ്കിലും പാറയൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ കണ്ടു കാണും, ഇവരുടെ പറമ്പിൻ്റെ ആ ഭാഗത്തായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം റീൽസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല വ്യൂസ് കാണാവുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഇടുക്കിയിലുള്ള മിക്ക പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ. നല്ല രാവിലെ ടൈമിൽ ഈ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഗായ്സ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കണ്ട് ആകാശം കണ്ട് എന്ത് രസം. എനിക്കിങ്ങനെ ആകാശത്തിൻ്റെ വീഡിയോസും പിക്ചേഴ്സും എടുക്കുന്ന ഒരു ശീലമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സ്കൈ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കും. അപ്പോൾ അതേ കുഞ്ഞാവെ ഉണ്ണിച്ചേച്ചിയൊക്കെ ഇങ്ങനെ ഓരോ പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇത് അവളുടെ ചാനലിലേക്കുള്ള വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക ഗായ്സ്. കാര്യമായിട്ട് എന്താ പറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു സൗണ്ടൊക്കെ, ഇത് ഞങ്ങൾ ചീവിയുടെ എന്നാണ് പറയുന്നത്. ഒരു സൈസ് പ്രാണി, ഒരു പറക്കണ സാധനമാണ്, അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ആ വീഡിയോയിൽ നന്നായിട്ട് കേൾക്കാവുന്നതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കളഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് ഇവിടെ പിന്നെയും കേൾക്കാം ആക്ച്വലി സൗണ്ട്. ഞങ്ങളപ്പോൾ അത് അവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ നല്ല ഇങ്ങനെ കുഞ്ഞ് തട്ട ഇങ്ങനെ കുഞ്ഞ് പുല്ലുകളുണ്ട്. ആക്ച്വലി ഇതിലൂടെ ഇറങ്ങിപ്പോണെങ്കിൽ കുറച്ച് നോക്കണം, കാരണം മഴ ആയതുകൊണ്ട് തെന്നിക്കിടക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ താഴേക്ക് പോകും. വീണ് കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ അല്ലെങ്കിൽ നല്ല നൈസായിട്ട് നമുക്ക് ഇതിലൂടെയൊക്കെ പോകാം. നല്ല രസമാണ്. ഇങ്ങനെ പോകാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇടുക്കിയൊക്കെ വരുന്ന ടൈമിൽ, ഇല്ലെങ്കിൽ ഇടുക്കിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലേസൊക്കെ കാണും. ഞാനും ആക്ച്വലി ഇടുക്കിയിലെ കുറേ പ്ലേസൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ഏരിയയിൽ കുറച്ച് പ്ലേസൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോയി എല്ലാ സ്ഥലമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് വൈബ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പറ്റിയ കമ്പനിയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് അടിപൊളിയായി. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞാനങ്ങനെ എൻ്റെ ഒരു ബ്രദറാണ് എന്നെ ഈ സ്ഥലം നേരത്തെ പോയേക്കുന്നത്. പിന്നെ എനിക്കിവിടെ ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് തൂവൽ. എൻ്റെ ഓണം ഫോട്ടോസൊക്കെ അവിടെയാണ് എടുത്തത്. ഇനി തൂവലിൽ പോകുമ്പോൾ ഞാനതൊരു വ്ളോഗാക്കാം. ചെറിയൊരു വ്ളോഗ് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞിക്കുളമുണ്ട്, ഉറവയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പ്ലേസസാണ് ഇതൊക്കെ. നല്ല രസമുണ്ട് കാണാൻ. കുഞ്ഞിക്കുളം, അതിൽ കുഞ്ഞു മീനൊക്കെ ഉണ്ട് ഗായ്സ്. നോക്കുക, ആകാശം ഇങ്ങനെ ഭയങ്കര ക്ലൗഡ്സൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ കെട്ടിക്കെട്ടായിട്ട് അടുക്കി ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണത്തില്ല മറ്റേ ആടൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ കിടക്കണം. അത് എന്തിൻ്റെ ആയിരുന്നു മറന്നു. പക്ഷെ നല്ല രസം ഇങ്ങനെ ക്ലൗഡൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ വേണ്ടി തന്നെ. അപ്പോൾ അതേ അവൾ ചാടി അങ്ങ് ഓടി നടക്കണം. നമുക്കത് കാണുമ്പോൾ പേടിയും, കാരണം കുറച്ച് നമ്മളിങ്ങനെ നോക്കിയിട്ട് വേണം ഈ സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ വീഴൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ പാറ സൈഡല്ല നമ്മൾ ഈ പോയേക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെ വലിയ പാറയാണ്. അയ്യോ, അതിൻ്റെ ഹൈറ്റ് നന്നായിട്ടുണ്ട്. അവിടെ നിന്ന് വീണിട്ടൊക്കെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, സൂയിസൈഡ് പോയിൻ്റുണ്ട്. പക്ഷെ നമ്മൾ ആ ഭാഗത്തേക്ക് എങ്ങും പോയിട്ടേ ഇല്ല. വേറെയും കുറച്ച് ആൾക്കാർ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ചാനലിലേക്കുള്ള ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞങ്ങൾ താഴെ കുറച്ച് സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലത്താണ്.
ഇത് വലിയ ഹൈറ്റ് ഒന്നുമില്ല, നമുക്ക് താഴേക്കടേക്ക് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റും. ഇറങ്ങിപ്പോൾ ടൈം ഉണ്ടെങ്കിൽ പിന്നെ വെയിൽ, അതാണ് മെയിനായിട്ട്. ഞങ്ങൾ ഉച്ച സമയത്ത് പോയതുകൊണ്ട് നല്ല വെയിലാണ്. നമ്മളൊരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ അടിപൊളി വൈബാണ് ഈ സ്ഥലത്തൊക്കെ. ആദ്യം ഞങ്ങൾ ഇവളുടെ ഇൻട്രോ ആണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഈ സ്പോട്ടിൽ ഇരുന്നിട്ടാണ് എൻ്റെ ഈ വീഡിയോയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങുള്ള ആ ഒരു ഇൻട്രോ ഇല്ല, അത് ഞാനും ഇവിടെ ഇരുന്നിട്ടാണ് എടുത്തത്. ഞങ്ങൾ 4 പേരും കൂടെ. രസമാണ് ഇങ്ങനെ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് എൻ്റെ ഒരു ഏജിലുള്ളതില്ല. എനിക്ക് ചേച്ചിമാരും പിന്നെ ഉള്ളത് അച്ഛൻ്റെ വീട്ടിൽ ഒരനിയത്തിയുള്ളൂ എനിക്ക്. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ സെയിം ഗ്യാങ്ങിൽ ഒരു ഏജിലുള്ളവർ തന്നെ കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര എനിക്കിഷ്ടമായി. അവൾ കുഞ്ഞാവയാണെങ്കിലും എൻ്റെ സെയിം ഏജാണ്. അലീഷ ഞങ്ങളെക്കാളും 1 വയസ്സിന് മൂത്ത്, ഉണ്ണിച്ചേച്ചി എന്നെക്കാളും 3 വയസ്സിന് മൂത്താണ്. എന്നാൽ നമ്മളൊരു വൈബിനൊത്തൊരു ആൾക്കാർ കിട്ടിയ ഭയങ്കര രസമുണ്ട്. ഇപ്പം ഞങ്ങൾ മേളത്തെ പാറയുടെ അവിടേക്ക് പോവുകയാണ്. ആദ്യം പോയി നിന്നതിലും കുറച്ചും കൂടെ ടോപ്പിലേക്ക് പോവാം. അവിടെയാണ് ഗായ്സ് നമ്മുടെ എന്താണ് വെള്ളമുള്ളത്, കുളം, കുഞ്ഞു കുളം എന്നൊക്കെ പറയാം. കുറച്ച് അമ്പലമുണ്ട്, പിന്നെ കുറേ മീനുകൾ. അയ്യോ ഭയങ്കര രസമായിരുന്നു ഗൈസ്. ഇത് തന്നെയാണ് നമ്മുടെ കുളം. ഞാൻ നല്ല രസമുണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കുഞ്ഞാവേ നമ്മളിങ്ങനെ അയ്യോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭയങ്കര രസമുണ്ട്. ബാക്കിൽ വെക്കുന്നത് ഫുള്ളി ആകാശമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതും ഇവിടുത്തെ ഭയങ്കര രസമായിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ട് പഠിക്കുക കിട്ടും. ഭയങ്കര രസം. കുഞ്ഞു മീനുകൾ, പിന്നെ ഇച്ചിരി വലിയ മീനുകളുണ്ട്, ഗപ്പിയുണ്ട്, പിന്നെ വേറെ ഏതൊക്കെയോ മീനുകളുണ്ട്. ഇവിടെ ആമ്പൽക്കുളമൊക്കെ ഉണ്ട്. ഈ വെള്ളത്തിലിങ്ങനെ കാലിട്ട് വെക്കാൻ പറ്റുമല്ലോ അതൊന്നും ശരിക്കും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. കെട്ടിക്കിടക്കണ വെള്ളമാണെന്ന് ചോദിച്ചാൽ അല്ല, കുറച്ചൊക്കെ ഒഴുകി പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറഞ്ഞത് കെട്ടിക്കിടക്കുന്ന വെള്ളമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു 4 പേരും കൂടെ. കുറേ നേരം ഇങ്ങനെ മീനൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ എന്നാ പറയുക ഇക്കിളി കുട്ടുക. ഭയങ്കര രസമുണ്ട്. പാവങ്ങൾ അതുങ്ങൾക്കുള്ള ഫുഡാണെന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ശരിക്കും അവിടെ മീനുണ്ടെന്ന് അറിയാതെ നമ്മൾ ഫുഡൊക്കെ ആയിട്ട് പോയിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി. ഫിഷിൻ്റെ ഫുഡൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ അത്ര അറിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ തന്നെ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴാണ് എന്നാൽ നമുക്ക് കല്ലുപ്പാറയ്ക്ക് പോകാം അങ്ങനെ ആക്കിയത്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങളിങ്ങനെ കാർക്കൂകി ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇക്കിളിയൊക്കെ ആകില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക്. അയ്യോ നല്ല വൈബുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അലീഷയ്ക്ക് ഒരു മീനെ കിട്ടി. അവളിങ്ങനെ കൈവച്ച് പിടിച്ചു. പിന്നെ ഞങ്ങളങ്ങ് മീൻ പിടുത്തം തുടങ്ങി ഗൈസ്. അമ്പോ പിന്നെ എനിക്ക് കയറാൻ തോന്നിയിട്ടില്ല. ഒരു 1.5 മണിക്കൂർ അടുത്തെങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്ന് മീൻ പിടിച്ചിട്ടുണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കിട്ടി ഞങ്ങൾക്ക്. ഇത് കണ്ടോ, ഇവിടെ ഇരുന്ന് റീൽസും എടുത്ത് വീഡിയോസും എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. ഒരു ഇവിടെ കാണാനും ഭയങ്കര ഭംഗിയുണ്ട്. ഇത് കണ്ടോ, കുറേ ഇവിടെ എന്താ പറയുക കുറേ പേര് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനും ലാസ്റ്റ് ഇയർ കറക്റ്റ് ഈ നവമിയുടെ അന്നാണ് ഞാനും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഡാൻസിൻ്റെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇക്കൊല്ലം വിജയദശമിക്കുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നാളെ അമ്പലത്തിൽ പോകുമ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ബാക്കി വ്ളോഗ്സ് എല്ലാം എടുത്ത് ഇവിടെ വന്നിട്ട് എടുക്കണം എന്നാലും, പക്ഷേ നമ്മുടെ കുറച്ച് ടൈമിൻ്റെ ഇതൊക്കെ കൊണ്ട് നമ്മളിവിടെ വന്ന് എടുത്തിട്ടില്ല. ബാക്കി കുറേ സ്ഥലങ്ങളിലായിരുന്നു നമ്മുടെ വീഡിയോസ് എടുത്തിട്ടിരുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് സ്ഥലം മൊത്തം കാണാൻ. നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്തിരിക്കാനും ഒക്കെ രസമാണ്. അമ്പലത്തിൻ്റെ സൈഡാണ്, അപ്പോൾ അതനുസരിച്ചുള്ള നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല കാമായിട്ടുള്ള പ്ലേസാണ്. ഇപ്പം ഒരു ടൈം 2:30 ആയതുകൊണ്ട് നല്ല വെയിലാണ്. കുടയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അതിൽ ഭയങ്കര രസമായിരിക്കും. ഇതേ അവരവിടെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാൻസ് വീഡിയോസ് അല്ലാത്ത ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ. ടോട്ടലി ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്രാവശ്യം ഉണ്ടായിരുന്നത് നമുക്ക് കാണിച്ചു തരാം. അവിടെ ആയിരുന്നു ഇതിന് മുന്നേ വന്നപ്പോൾ. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കറക്റ്റ് ഏരിയയിലേക്ക് വരുന്നത്. നല്ല രസമുണ്ട് ഗായ്സ്. പിന്നെ അവിടെ ഇരുന്ന് വെയിലില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറേയും കൂടെ നല്ല രീതിയിൽ എന്താ പറയുക ഈ ഒരു എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ വെയിലായതുകൊണ്ട് സൺടാനടിക്കും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ്. ബട്ട് നമുക്ക് നോക്കാം, കുറച്ച് നേരം കൂടി ഇരിക്കും. ഭയങ്കര രസമുണ്ട്, ഇഷ്ടമായി. ഇക്കിളി കൂടും, അതാണ് മെയിനായിട്ട്. ഇത് ഞങ്ങൾ മീൻ പിടിക്കിട്ടാണ് ഗായ്സ്. അവിടെ കിടത്തൊരു തോർത്തൊക്കെ കഴുകിയെടുത്ത് പിന്നെ ഞങ്ങൾ മീൻ പിടിക്കൽ തുടങ്ങി. എന്താ പറയുക, ഒരു രസങ്ങൾ അത് തന്നെ. നമ്മുടെ ഡാൻസ് റീല് ഇത് നിങ്ങൾ മിക്കവാറും വീഡിയോയ്ക്ക് മുന്നേ കാണുന്നതായിരിക്കും. അത് നല്ല രസമായിരുന്നു. എല്ലാവരുടെയും കൂടി ഇങ്ങനെ റീലൊക്കെ എടുത്ത് ഫുൾ നല്ലൊരു വൈബ് ഗായ്സ്. അപ്പോൾ നമ്മൾ മീനൊക്കെ കുറച്ച് പിടിച്ചു.
പിന്നെ നമ്മൾ കുറച്ച് 2 റീൽസ് എടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. ഇപ്പോൾ ടൈം ഏകദേശം 4:45 നമുക്ക് തിരിച്ചു പോകാം. മീനെ പിടിച്ചത് കാണിച്ചു തരാം ഗൈസ്. അവിടെ കുറച്ച് ചെല്ലട്ടെ. ഇപ്പോൾ ഇത് ഇവിടെയൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് പോകണം നമ്മൾ കുറച്ച്. വെട്ടൊക്കെ പോയി. പിന്നെ അടുത്ത മീനുണ്ടെന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരം ഞങ്ങൾ മീനെ പിടിച്ചു. ഒരെണ്ണമല്ലോ അതിനകത്തോട്. സാരില്ല ബാ, അത് ലവേഴ്സ് ആയിരിക്കും. ബാ പോവാം ഞങ്ങൾ പോകും. യെസ് ഗായ്സ്, നമ്മൾ പോവാണ്. എൻ്റെ ഫോണിലെ സ്പേസ് തീർന്നാറിന് ഞാൻ ഉണ്ണി ചേച്ചിയുടെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. തിരിച്ച് കയറി പോവാം. നല്ല വ്യൂ ആണ്. ഇപ്പം വെയിലും കൂടെ കുറഞ്ഞുകൊണ്ട് ശരിക്കും ഒരു 4:30 ഇപ്പം ഏകദേശം ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ വരുവാണെങ്കിൽ അവിടെ അടിപൊളി ആ വെയിലും പോയി നല്ല രസമായിട്ട് എൻജോയ് ചെയ്തിരിക്കാം നമുക്ക്. ഇതാണ് ഗായ്സ് ഞങ്ങൾ പിടിച്ച മീൻ. കുറേ ഉണ്ടായിരുന്നു, ഒരു 10-30 എണ്ണമെങ്കിലും ഉണ്ടായിരുന്നു. ഈ ഒരു മിനറൽ വാട്ടറിൻ്റെ ചെറിയൊരു കുപ്പിക്കകത്ത് അത്രയും ഞങ്ങൾ ഇട്ടു. കുറേ കുഞ്ഞത് തന്നെ ഗപ്പിയുടെ കളറുള്ളത്, വാലിൽ കളറുള്ളത് അതൊക്കെ ആയിട്ട്. പിന്നെ പോയിരുന്നിടത്ത് ഒരു വെയിറ്റ് മീനെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഇത് പിടിക്കണമൊക്കെ നിന്നായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചു. അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ. പിന്നെയും നമ്മൾ കയറി വരുന്ന സ്ഥലം ഇതാണ്. ഇതിൻ്റെ സൈഡാണ് നമ്മൾ കയറി വരുമ്പോൾ വലത്തേ സൈഡിലാണ് ആ വലിയ കൊക്കയുള്ളത്. കൊക്കയെന്ന് തന്നെ പറയും, കാരണം അതുപോലെ നല്ല താഴ്ചയുണ്ട്. പക്ഷേ ഗായ്സ് മഞ്ഞുള്ളപ്പോൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ ഭയങ്കര രസമാണ്. ഒരു വെയിലുമില്ല, മഞ്ഞൊക്കെ ഉണ്ട്. ചെറിയൊരു മഴയൊക്കെ കഴിയുമ്പോൾ തെന്നലുണ്ട്, എന്നാലും അടിപൊളിയാണ്. ഞാൻ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ അത്ര രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ആക്ച്വലി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ പോയേക്കാം, എവിടെയെങ്കിലും പോയെന്നും വണ്ടി ഓടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.